ഗണപതി പൂജയുടെ പ്രാധാന്യം. ഗണപതി പൂജയുടെ മഹത്വം. എന്തുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾക്ക് മുമ്പ് ഗണപതി പൂജ ചെയ്യുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം മയാസ്ട്രോവിൻ ചാനലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശ്രീഗണേശനുടെയും പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യുന്ന ഗണപതി പൂജയുടെയും ആധികാരികതയെയും കുറിച്ചാണ്. ഗണേശൻ ആരാണ്? ശ്രീഗണേശൻ വൈദിക പരമ്പരപ്രകാരം സകല വിഘ്നങ്ങളുടെയും നാശനമാണ്. ശിവപാർവതികളുടെ പുത്രനായ ഗണേശൻ വിഘ്നനാശകൻ, ബുദ്ധിയുടെ ദേവൻ, ശ്രീവിജയം നൽകുന്ന ദൈവം എന്നിങ്ങനെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾക്ക് ഗണപതി പൂജ ചെയ്യുന്നത്? പുതിയൊരു ജോലി, ബിസിനസ്, വീട്ടുവികസനം, വിദ്യാഭ്യാസാരംഭം, വിവാഹം തുടങ്ങി എന്ത് കാര്യമായാലും ആദ്യം ഗണപതി പൂജ ചെയ്യുന്നു. കാരണം വിഘ്നങ്ങൾ ഒഴിവാക്കാൻ, വിജയം ഉറപ്പാക്കാൻ, മനസ്സിന്റെ സമാധാനം ലഭിക്കാൻ, ദൈവിക അനുഗ്രഹം നേടാൻ. ശാസ്ത്രങ്ങൾ പറയുന്നു, ശുഭാരംഭേ ഗണാധിപം പൂജയേത്, അഥവാ എന്ത് നല്ല കാര്യമായാലും ആദ്യം ഗണപതിയെ വന്ദിക്കണമെന്നതാണ്. ഗണപതി പൂജ എങ്ങനെ ചെയ്യണം? ചെറിയ വിഘ്നേശ്വര പ്രതിമ വയ്ക്കുക. ശുദ്ധീകരിച്ച 21 തുള്ളി ദൂർവ, പുല്ല്, അരിക, മോദകം എന്നിവ അർപ്പിക്കുക. ഓം ഗം ഗണപതയെ നമഃ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. സങ്കടങ്ങൾ ഇല്ലാതായി ശാന്തിയും വിജയവും ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പുതിയ കാര്യങ്ങൾക്ക് മുമ്പ് ഗണപതി പൂജ ചെയ്യുന്നത് എത്രത്തോളം പ്രസക്തമാണെന്ന്. ശ്രദ്ധയോടെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. വന്ദനം. ശ്രീ ഗണേശായ നമഃ.